ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ നക്ഷത്ര. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് മറ്റൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് നല്ല സ്പീഡായിരുന്നു കേട്ടോ. എൻ്റെ വോയിസ് എനിക്ക് പറയാൻ തന്നെ ഒരു ചമ്മ തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഋതുക്കുട്ടനെ മുട്ടയടിക്കാൻ വേണ്ടി ഇതാ പഴനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസാണ് കിട്ടിയത്. അത് മുട്ടയടിക്കുന്ന വീഡിയോസ് ഒന്നും കിട്ടിയില്ല. അവിടേക്ക് ഫോൺ അലോഡല്ല. അപ്പോൾ കാറിൽ നിന്നും കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ ഭയങ്കര ഛർദിയായിരുന്നു, ഫുള്ള് ഛർദിയായിരുന്നു. AC ഇട്ടിട്ട് അപ്പോൾ എനിക്ക് AC പറ്റിയില്ല, അതുകൊണ്ട് ഫുൾ ഛർദിയായിരുന്നു. ഋതുക്കുട്ടനും കുഴപ്പമില്ലാണ്ട് അവിടെ എങ്ങനെയൊക്കെ പഴനി എത്തിയപ്പോൾ അവിടെ ഫോൺ അലോഡല്ല പറഞ്ഞു. അപ്പോൾ ഋതുക്കുട്ടനൊക്കെ മുട്ടയടിക്കാമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ ശരി, നേർച്ചയല്ലേ വേണ്ട, ഞങ്ങൾ 3 പേരും കൂടി പോയതുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോണതാണ്, കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പഴനിയിലെത്തിയിട്ട് ഋതുക്കുട്ടന് മുട്ടയടിച്ചു. അപ്പോൾ ഋതുക്കുട്ടൻ ഫുള്ളായിട്ട് അത് കയറുകയൊക്കെ ചെയ്തു കേട്ടോ. അവിടെ കയറി ഫുള്ളായിട്ട് നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. പോണ സമയത്ത് നല്ല ആക്റ്റീവായിരുന്നു. ഹരഹരോ പറഞ്ഞിട്ടൊക്കെയാണ് ഋതുക്കുട്ടൻ കയറുന്നത് കേട്ടോ. എല്ലാവരും കണ്ണ് വെച്ച് പോകട്ടോ. അവനെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് വലിയൊരു സങ്കടം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കയറി അവിടെ എത്തി, ദൈവത്തിനെ കണ്ട് തൊഴുതി തിരിച്ചു വരുമ്പോഴേക്കും ഋതുക്കുട്ടൻ എൻ്റെ തോളിൽ കിടക്കാൻ തുടങ്ങി കേട്ടോ. തോളിൽ കിടന്നതും ഋതുക്കുട്ടന് പെരും പനിയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല സങ്കടമൊക്കെ ആയിട്ട്, നല്ല പനിയൊക്കെ വന്ന് ഋതുക്കുട്ടന് ഒരുമാതിരി ആയിട്ട് ഞങ്ങൾക്ക് പോയ സന്തോഷം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. നല്ല സങ്കടമൊക്കെ ആയി തിരിച്ചു വരുമ്പോൾ. എന്നിട്ട് തോളിൽ കിടന്ന് കുറച്ച് നേരം പാരസെറ്റമോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഋതുക്കുട്ടനെ പനിയായതുകൊണ്ട് പാരസെറ്റമോൾ കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്ത് പാരസെറ്റമോൾ കൊടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മെല്ലെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഋതുക്കുട്ടൻ്റെ ചായ കുടിക്കാനൊക്കെ ഉള്ള ഫോട്ടോ ഉണ്ട്. അത് ചായ കുടിക്കാൻ പോകുമ്പോൾ നല്ല ആക്റ്റീവായിരുന്നു പോണ സമയത്തൊക്കെ കേട്ടോ. അപ്പോൾ നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ ഋതുക്കുട്ടൻ തണുപ്പ് പറ്റില്ല കേട്ടോ. ഫസ്റ്റ് ടൈം അതെ, ഞങ്ങൾ മുട്ടയടിക്കാൻ പോയ സമയത്ത് ഋതുക്കുട്ടന് തണുപ്പ് പറ്റുണ്ടായിരുന്നില്ല കേട്ടോ. തണുപ്പ് പറ്റാത്തതുകൊണ്ട് ഋതുവിന് ഇതായിരുന്നു. പിന്നെ അങ്ങനെ വീടൊക്കെ എത്തി. ഋതുക്കുട്ടൻ 2 ദിവസമൊക്കെ വയ്യാകയൊക്കെ ആയിരുന്നു കേട്ടോ. വയ്യാകയൊക്കെ ആയി. പിന്നെ റെസ്റ്റൊക്കെ എടുത്തു, കുറച്ച് ആക്റ്റീവായി. അപ്പോൾ ഏട്ടൻ പോവുകയാണ് കേട്ടോ. ഏട്ടൻ തിരുപ്പൂർക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ തുമ്പിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വേഗം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മുട്ടയടിച്ചതിൻ്റെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. തുമ്പിക്കുട്ടീൻ്റെ പിറന്നാളൊക്കെ ആഘോഷിച്ചു, അതിൽ ഞങ്ങൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഋതുക്കുട്ടൻ, തുമ്പിക്കുട്ടി, അല്ലിക്കുട്ടിയും ഭയങ്കര 3 പേരിനെയും കൂടി നോക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര തിരക്കായതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് മറ്റേ വീഡിയോ നല്ല സ്പീഡിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തോ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ആ വോയിസിൽ എന്തോ ഇങ്ങനെ നല്ല സ്പീഡ് പോലെ സംസാരിച്ച പോലെ. അപ്പോൾ ഞാനിതാ മെല്ലെയാണ് കേട്ടോ അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഋതുവിൻ്റെ മുട്ടക്കുട്ടി എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏട്ടന് പോയി. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.